സൈബർ കൊള്ളക്കാർ കേരളത്തിൽ നിന്ന് ഇതുവരെ തട്ടിയെടുത്തത് 300 കോടിയിലധികം രൂപ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി സൈബർ സെൽ. ഇതുവരെ ബ്ലോക്ക് ചെയ്തത് 39,000-ഓളം ബാങ്ക് അക്കൗണ്ടുകളാണ്. സൈബർ കൊള്ളക്കാർ ഇന്ത്യയിലുടനീളം അടിച്ചെടുത്തത് 15,000 കോടി രൂപയിലധികം. ഇതിലൊരു 300 കോടി കേരളത്തിൽ നിന്നാണ്. കോടികളുടെ കണക്ക് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകുമെങ്കിലും സംഭവം വിശ്വസിച്ചേ മതിയാകൂ. 60-കാരനായ കാക്കനാട് സ്വദേശി IT കമ്പനി ഉടമയാണ്. ട്രേഡിംഗിലൂടെ അമിത ലാഭം കൊയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുത്തത് 6.93 കോടി രൂപ. 59-കാരനായ പൂണിത്തറ സ്വദേശിക്ക് നഷ്ടമായത് 5.99 കോടി രൂപ. അദ്ദേഹത്തിന് മയക്കുമരുന്ന് കേസുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി CBIയുടെയും ഡൽഹി പോലീസിന്റെയും വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. അവന്യൂ റീജൻസ് താമസിക്കുന്ന 60-കാരിക്ക് ജപ്പാനിലുള്ള വ്യാജ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് ഫോൺ കോൾ എത്തിയത്. അവർക്ക് നഷ്ടമായത് 5.11 കോടി രൂപ. ഒരു മാസത്തെ ഒരു ജില്ലയിലെ കണക്കു മാത്രമാണിത്. ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം നടന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പ്. കേരളത്തിന്റെ സൈബർ സേന കാര്യമായി തന്നെ സൈബർ കൊള്ളക്കാരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തട്ടിപ്പ് സൈറ്റുകളും നമ്പറുകളും ബാങ്ക് അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്താണ് പ്രതിരോധം. SP ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള കേരള സൈബർ പോലീസ് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ. ഇക്കാലയളവിൽ 39,489 ബാങ്ക് അക്കൗണ്ടുകളാണ് ബ്ലോക്ക് ചെയ്തത്. ഫോൺ നമ്പറുകൾ 14,563, IMEI ബ്ലോക്ക് നമ്പറുകൾ 22,102. ഇനി വ്യാജ സൈറ്റുകളിലേക്ക് എത്തിയാൽ അതിലുമുണ്ട് ഒരുപാട് കണക്കുകൾ. ഫേക്ക് ട്രേഡിംഗ് വെബ്സൈറ്റുകൾ 9,894 സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തു. ഫേക്ക് ലോൺ സൈറ്റുകളിലേക്ക് എത്തിയാൽ 273, ലോൺ സ്കാം സൈറ്റുകൾ 154, ഫേക്ക് ഫിഷിംഗ് വെബ്സൈറ്റുകൾ 4,094. ഇങ്ങനെ വിപുലമായ പ്രതിരോധ നടപടികൾ സൈബർ പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഒരു വശത്ത് തട്ടിപ്പിൻ്റെ എണ്ണം പെരുകി വരികയാണ്. തട്ടിപ്പുകളെക്കുറിച്ച് ധാരണക്കുറവ്, അമിത ലാഭ താൽപര്യം, ഉറപ്പായ ബാങ്ക് ബാലൻസ്, ഭീഷണിയിൽ എളുപ്പം അടിപതറുന്നവർ, ഇവരെയാണ് സൈബർ കൊള്ളക്കാർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ ജനങ്ങളും സോഷ്യൽ മീഡിയയിൽ ആകൃഷ്ടരായിരിക്കുകയാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന അതിലുള്ള ഓരോ വ്യക്തികളെയും ആണ് ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം നമുക്ക് വ്യാപകമായ ഒരു പ്രചരണം നമുക്ക് നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫേക്ക് കോളുകളെ ഏത് വിധത്തിൽ സമീപിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെതായ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിനെ വാസ്തവവിരുദ്ധമാണെന്നുള്ളതും അതിനെ വളരെ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശം അത് ആണ് പ്രധാനമായിട്ടുള്ളത്. ഓൺലൈൻ ലോൺ ആപ്പുകളും ആളക്കൊല്ലികളായി മാറിയിട്ടുണ്ട്. കടമക്കുടിയിലെ കൂട്ടാത്മഹത്യ, പെരുമ്പാവൂരിലെ യുവതിയുടെ മരണവും ലോൺ ആപ്പുകളുടെ ഭീഷണിയെ തുടർന്നായിരുന്നു. മോർഫ് ചെയ്ത നഗ്നദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചു നൽകിയാണ് ലോൺ ആപ്പുകളുടെ ഭീഷണി. കോടികൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത രീതിയിലാണ് സൈബർ കൊള്ളക്കാരുടെ തട്ടിപ്പ്. ഇപ്പോൾ പറഞ്ഞതെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. എത്രയോ പേർ നാണക്കേട് ഭയന്ന് പരാതി പോലും പറയാതെ ഇരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഇങ്ങനൊരു തട്ടിപ്പിന് നിങ്ങൾ ഇരയായാൽ എത്രയും പെട്ടെന്ന് ബാങ്ക് അധികൃതരെയും പോലീസിനെയും ബന്ധപ്പെടണം. ഒരു കാര്യം ഉറപ്പാക്കുക, നിങ്ങൾ മനസ്സ് വിചാരിക്കാതെ ഒരാൾക്കും നിങ്ങളെ പറ്റിക്കാനാവില്ല. കൊച്ചിയിൽ നിന്ന് നിഖിലിനും VS രാഹുലിനുമൊപ്പം വിഷ്ണു സുരേഷ്, 24. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുന്ന കാര്യങ്ങൾ, അത് ചില കാര്യങ്ങൾ വിഷ്ണു ഇപ്പോൾ വിശദീകരിച്ചു. ഇതിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത്. വലിയ തുക ആളുകൾക്ക് നഷ്ടമാകുന്ന നിലയുണ്ട്. ആ തട്ടിപ്പിനിരയാവുന്നവരിൽ തന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം. ഇതിൽ സൈബർ സെല്ലിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ടും ഇതിനൊരു ഫലമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ഒടുവിലായി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എങ്ങനെ, വിഷ്ണു?
രജിത്ത്, ഒരു വശത്ത് ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനുകളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇതാ ഇന്നും പക്ഷേ 8 ലക്ഷം രൂപ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട ഒരാളുടെ വാർത്ത നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് ഈ ഒരു വശത്ത് ബോധവൽക്കരണം നടക്കുമ്പോൾ മറുവശത്ത് തട്ടിപ്പിന്റെ എണ്ണവും കൂടി വരികയാണ്. ഇപ്പോൾ ചില കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് കോടികളാണ്, 5ഉം 6ഉം 4ഉം കോടിയൊക്കെയാണ് ചില ആളുകൾക്ക് നഷ്ടമായിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട തട്ടിപ്പുകാരിലേക്ക് എത്താൻ പറ്റുക എന്നത് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ചില ആളുകൾ ചില കണ്ണികളിലേക്ക് മാത്രം എത്തിയ അന്വേഷണം അവിടെ നിലച്ചു പോകുന്ന സാഹചര്യമാണ്. ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് എത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നിറഞ്ഞ കാര്യമാണ്. പ്രത്യേകിച്ച് രാജസ്ഥാൻ, ബീഹാർ, ജയ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങോട്ടേക്ക് എത്തി അവരെ പിടികൂടുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും അതിനുള്ള ശ്രമം കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പ്രാഥമികമായി നിലവിൽ പ്രധാനപ്പെട്ട കൂടുതൽ സാഹചര്യം അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് ഇത്തരം സൈറ്റുകൾ, അതോടൊപ്പം ഫോൺ നമ്പറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഏകദേശം 39,489 ബാങ്ക് അക്കൗണ്ടുകൾ, ഈ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഇത്തരം ട്രാൻസാക്ഷൻ നടന്ന ബാങ്ക് അക്കൗണ്ടുകൾ സൈബർ സെല്ല് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഫോൺ നമ്പറുകൾ 14,000-ഓളം വരുന്ന ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. 22,000-ഓളം വരുന്ന IMEI നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ചില സൈറ്റുകൾ, ഈ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെയാണ് പ്രധാനമായും ഈ തട്ടിപ്പിന് ഇരയാക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലടക്കം അത്തരം നോട്ടിഫിക്കേഷൻ വരുന്നു. ഈ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന ജോബിലേക്ക് പോകാമെന്ന തരത്തിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നു. അത്തരത്തിൽ ഏകദേശം 9,000-ലധികം വരുന്ന വ്യാജ ജോബ് ഫ്രോഡിംഗ് അക്കൗണ്ടുകൾ തിരിച്ചറിയുകയും അത് ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ മണി ആപ്പുമായി ബന്ധപ്പെട്ട ഏകദേശം 273-ഓളം വെബ്സൈറ്റുകളാണ് കേരള സൈബർ സെല്ല് ഇതുവരെ ലോക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിപുലമായൊരു പ്രതിരോധ നടപടികൾ സൈബർ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അവരുടെ ഇടപെടലൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോഴും ഒരു വശത്ത് ആളുകൾ തട്ടിപ്പിനിരയാകുന്നത് വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് വയോധികരും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയും ഒക്കെയാണ് ഈ സംഘം തേടിയെത്തുന്നത്. ഇപ്പോൾ കാക്കനാട് 60 വയസ്സുള്ള ആളായിരുന്നു, പൂണിത്തറയിൽ 59 വയസ്സുകാരനാണ്. അപ്പോൾ ആ പ്രായമൊക്കെ നോക്കിയാൽ മനസ്സിലാവും എത്തരത്തിലുള്ള ആളുകളെയാണ് ഇവർ തട്ടിപ്പിനിരയാക്കുന്നതെന്ന്. ഒപ്പം ഈ അമിത ലാഭം ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ കുറച്ച് തുക മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം തുക തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നുണ്ട്. അത്തരത്തിലും ആളുകൾ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പോകുന്നുണ്ട്. വലിയ എമൗണ്ടുകളാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 250-300 കോടിയോളമാണ് സൈബർ തട്ടിപ്പിൻ്റെ ഭാഗമായി നഷ്ടമായിരിക്കുന്നത്. ഇന്ത്യയിലുടനീളം അത് 10,000-ലധികം കോടിയാണെന്നാണ് പോലീസിൻ്റെ തന്നെ കണക്ക്. അപ്പോൾ വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇത് തട്ടിപ്പിൽ പെടാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക. ഏതെങ്കിലും തരത്തിൽ നമ്മളിതിൻ്റെ ഭാഗം ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അക്കൗണ്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അടക്കം ഫ്രീസ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കണം. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന തുകയെല്ലാം നമ്മൾ പോലും അറിയാതെ മറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പോലീസിൽ പരാതി നൽകുക, ഇവരയക്കുന്ന ഈ ഡോക്യുമെൻറ്റുകളും വ്യാജ സന്ദേശങ്ങളും ഒക്കെ സേവ് ചെയ്ത് വെക്കുക. അങ്ങനെയല്ല ഇതിനെ പ്രതിരോധിക്കണം എന്നാണ് നിലവിൽ സൈബർ പോലീസ് പറയുന്നത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ഉടനടി സൈബർ പോലീസിനെ ബന്ധപ്പെടുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. റിജിത്ത്, ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിഷ്ണു പറഞ്ഞതുപോലെ അത് തന്നെയാണ് ഏകമാർഗം. ഇങ്ങനെ തട്ടിപ്പിനിരയാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഉടൻ തന്നെ അത് പോലീസിനെ അറിയിക്കുക. നമ്മൾ രക്ഷപ്പെടുക എന്നതുപോലെ തന്നെ ആ തട്ടിപ്പുകാരെ പൂട്ടുക എന്നതുകൂടി പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായത് പോലീസിൽ അറിയിക്കുക. ഒപ്പം തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു പൊതുവായ ജാഗ്രത നമ്മൾ വെച്ച് പുലർത്തുക. എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ നേരെ അത് പോലീസിനെ അറിയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ മാത്രമേ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ വിഷ്ണു ഇതുവരെ കേരളത്തിൽ നിന്ന് തട്ടിയ തുകയുടെ കണക്ക് അത് പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു. ഏതാണ്ട് 300 കോടിയിലധികം രൂപ മലയാളികളിൽ നിന്ന് ഇതുവരെ ഈ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് ബോധ്യപ്പെടും.